ബുക്ക് റിവ്യൂവറും. പൃഥ്വിരാജ് PRV എന്ന അക്കൗണ്ടിൽ റീലുകളിലൂടെയും മറ്റുമായി നിരവധി പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നു. ദൃശ്യകാഥികൻ അഥവാ വിഷ്വൽ സ്റ്റോറി ടെല്ലർ എന്ന നിലയിൽ ശ്രദ്ധേയം. അമൽ RVP സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബുക്ക് റിവ്യൂവറും. ദൃശ്യകാഥികൻ, ഛായാഗ്രഹകൻ എന്ന നിലകളിൽ പ്രവർത്തിക്കുന്നു. മൗത്ത് എന്ന ഗാനത്തിന്റെ സംഗീത സംവിധായകൻ. റീലുകളിലൂടെ ഒരുപാട് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിയും സാഹിത്യ ശകലങ്ങളെ ആസ്വദിപ്പിച്ചും സമൂഹ മാധ്യമ രംഗത്ത് സാഹിത്യ ഇടപെടലുകൾ നടത്തുന്നു. ഒരിക്കൽ കൂടി മലയാള സർവകലാശാലയ്ക്ക് വേണ്ടിയും സാഹിത്യ 2025 വേണ്ടിയും വേദിയിലേക്ക് സന്തോഷപൂർവ്വം ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. അമലിനെയും പൃഥ്വിരാജിനെയും ആദ്യമായി സാഹിത്യയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിയൽ ബുക്സ് ഓൺ റീൽസ് എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഈ ഒരു ശീർഷകം കാണുമ്പോൾ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവും. റിയൽ ബുക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുറന്ന വിപണിയിൽ പ്രസിദ്ധീകരിച്ചു വെച്ച പുസ്തകങ്ങളെയാണ്. അപ്പോൾ നമുക്കിത് റീൽസുമായിട്ട് എങ്ങനെ ബന്ധമുണ്ടെന്നുള്ളത് പല രീതിയിൽ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ടിക്ടോക്കിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം റീൽസ് കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച 2020 മാർച്ചിന് ശേഷം ഓഗസ്റ്റ് 5 ആയപ്പോഴാണ് ഇൻസ്റ്റഗ്രാം റീൽസ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഒരു ചുരുങ്ങിയ ഡ്യൂറേഷനുള്ളിൽ നമ്മൾക്ക് പല സംഗതികളെ കുറിച്ച് പല വിവരങ്ങൾ ലഭ്യമായി. റീൽസ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് വായനയെ എത്തരത്തിലാണ് പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്, പുസ്തകങ്ങൾ അവയിലൂടെ എത്രത്തോളം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വായിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ ചർച്ച. ഈ ചർച്ച ഒരിക്കലും ഒരു അക്കാഡമിക് ചർച്ചയാക്കരുത്, തങ്ങളുടെ അനുഭവങ്ങൾ പറയാനുള്ള ഒരു ചർച്ചയാക്കണമെന്ന അതിഥികളുടെ ഒരു നിർദ്ദേശമുണ്ട്. അത് തന്നെയാണ് കൂടുതൽ നന്നാകുമെന്ന് തോന്നുന്നു. അവര് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം എന്ന പ്ലാറ്റ്ഫോമിലൂടെ, റീൽ എന്ന സംവിധാനത്തിലൂടെ അവരുടെ പുസ്തകാവതരണങ്ങൾ നടത്തുന്നത് എന്നറിയാനുള്ളൊരു ചെറിയ ശ്രമമാണ്. ഇപ്പോൾ എനിക്ക് അമലിനെയും പൃഥ്വിരാജിനെയും ഇതിനു മുമ്പ് പരിചയമില്ലായിരുന്നു. പക്ഷെ ഇവരുടെ പുസ്തകാവതരണങ്ങൾ കണ്ടപ്പോൾ ചെറിയ ചില കൗതുകങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അമല് ഫോട്ടോഗ്രാഫി ചെയ്യുന്നു. ഡാപ്സിയുടെയും ജഹാന്റെയും അജ്മൽ സിനാന്റെയൊക്കെ പാട്ടുകളുടെ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് പെട്ടെന്നാണ് പുസ്തകാവതരണത്തിലേക്ക് തിരിയുന്നത്. അതിന് പറ്റുന്ന ഒരു നല്ലൊരു ശബ്ദവും നല്ല അവതരണ തന്ത്രങ്ങളും അമലിന് അറിയാമെന്ന് എനിക്ക് റീൽസ് കാണുമ്പോൾ ബോധ്യപ്പെട്ടു. അമൽ എങ്ങനെയാണ് പുസ്തകങ്ങളെ സെലക്ട് ചെയ്യുന്നത്, വായനയെ സെലക്ട് ചെയ്യുന്നത്? പറഞ്ഞ പോലെ തന്നെ തുടങ്ങുന്നത് ഫോട്ടോഗ്രാഫി ഒക്കെ പരിപാടികളായിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ റീൽ വന്ന സമയത്ത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വർടൈസിങ് കാര്യങ്ങളൊക്കെയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ബുക്ക് ടോക്ക് എന്നുള്ള പരിപാടിയിലോട്ട് ഞാൻ വരുന്നത്. അത് എല്ലാ ചെറുപ്പക്കാർക്കും സംഭവിക്കുന്നത് പോലെ ജീവിതത്തിലൊരു എന്താ പറയാ വലിയൊരു ബ്രേക്ക് ഡൗണിലോട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ വീട്ടില് പണ്ടൊരു സുഹൃത്ത് തന്നെ മുടി പിടിച്ച് കിടക്കുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് വായിച്ചപ്പോ പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ മിസ്റ്റേരിയൽ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു മലയാളം പതിപ്പ്, ചാരുലത എന്ന് പറഞ്ഞിട്ടുള്ള ലീല സർക്കാരാണ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു പുസ്തകം വായിക്കുമ്പോ ഗ്രീൻ ബുക്സ് ആണ് അതിന്റെ പബ്ലിക്കേഷൻ. അതിന്റെ എഡിറ്റർ കൃഷ്ണദാസ് അതിൽ പറയുന്നുണ്ട് ഇതൊരു വഞ്ചനയുടെ കഥയാണ് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് ആമുഖത്തിൽ. പക്ഷെ ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു പുസ്തകം ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്ലാറ്റോണിക് ലവ് സ്റ്റോറി അല്ലേ എന്നൊരു തോട്ട് എനിക്ക് ഉണ്ടായി. അപ്പൊ ഞാൻ എല്ലാവരും അറിയണം, എല്ലാവരോടും പറയണം എന്നുള്ളൊരു ഇതില് ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നത്. അതായത് എനിക്ക് ആ എഡിറ്ററോട് തോന്നിയിട്ടുള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുവരെ ഞാൻ എന്റെ മുഖം കാണിച്ചിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ പുസ്തകങ്ങളെ കുറിച്ചുള്ള വീഡിയോസോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി, വീഡിയോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ അത് ചെയ്തു. അപ്പൊ അതിന് ഒരുപാട്, ഞാനൊരു ജേർണലിസം സ്റ്റുഡന്റും കൂടെ ആയിരുന്നു ആ സമയത്ത്. അപ്പോ അത്
നല്ല അഭിപ്രായങ്ങൾ എനിക്ക് തുടങ്ങിയപ്പോൾ അതൊരു പ്രചോദനമായി. ഇനിയും വീഡിയോ ചെയ്യണം, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ തുടങ്ങി, വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലോട്ട് വരുന്നത്. അല്ലാതെ ഇന്റൻഷനലി പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് അന്ന് ആ ഒരു തോട്ട് തന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ആ പുള്ളി പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം അതല്ലല്ലോ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത്. പൃഥ്വിരാജിന്റെ കേസിൽ കാണാൻ പറ്റുന്നത്, പൃഥ്വിരാജ് റീലുകളൊക്കെ ആദ്യം ചെയ്യുന്നത് ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള റീലുകളാണ്. പിന്നീടാണ് വായനയെക്കുറിച്ച്, അതും പുസ്തകങ്ങളെ കുറിച്ച് ആദ്യം പൃഥ്വിരാജ് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. റീലുകളിൽ ചായക്കൊപ്പം പുസ്തകം വെക്കുന്നു, അല്ലെങ്കിൽ പല സെറ്റിങ്ങുകളിൽ പലതരത്തിൽ എസ്തെറ്റിക് സെറ്റിങ്ങുകളിൽ പുസ്തകം കൊണ്ടുപോയി വെക്കുന്നു. പിന്നീടാണ് പതിയെ പൃഥ്വിരാജിന്റെ മുഖം പ്രത്യക്ഷപ്പെടുന്നു, ശബ്ദം വരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു പ്രോസസ്സിലേക്ക്, ഈ ഒരു റിവ്യൂ പ്രോസസ്? എനിക്ക് സ്വന്തമായിട്ട് പണം ഉണ്ടാകും, ഒന്നാമത്തെ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തുടങ്ങിയത്. തുടക്കം എനിക്ക് വയനാട്ടിൽ നിന്ന് ഒരു ലൈബ്രറിയിൽ നിന്ന് ഒരു എൻക്വയറി കുറച്ച് പുസ്തകങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾ റീഡ് ചെയ്യുകയും, അപ്പോൾ ആ റീഡ് ചെയ്തപ്പോൾ അവർക്ക് കൊളാബ് ചെയ്തു. അവരെനിക്ക് ഏകദേശം 5000 രൂപ തന്നു. അപ്പോൾ ഞാൻ പഠിക്കുകയും എനിക്ക് പണത്തിൻ്റെ ആവശ്യം വരുന്നു. അപ്പോൾ റീഡ് ചെയ്തപ്പോൾ അവർ അക്കൗണ്ട് റീച്ചായി 400 ഫോളോവേഴ്സ് ഉണ്ട്, ഏകദേശം 10,000 നേരം പോയി. അവർ അത്യാവശ്യം കച്ചവടം കച്ചവടം കൂടി. അതിനുശേഷം കുറേ എൻക്വയറി വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ആടുജീവിതം സിനിമ ഇറങ്ങിയപ്പോൾ ഒരു റീൽ ചെയ്തു. അത് പുസ്തകം മാത്രം കൈ പിടിച്ചോ റീൽ ചെയ്തു. ആ പാട്ട് ട്രെൻഡിങ്ങിൽ ആയതുകൊണ്ട് തന്നെ ആ റീൽ ഏകദേശം 2 മില്യൺ ആൾക്കാർ കണ്ടു. അപ്പോൾ ഗ്രീൻ ബുക്സ് ആണ് ആ ബുക്ക് പുറത്തിറക്കിയത്. ഗ്രീൻ ബുക്സ് തന്നെ വിളിച്ചതിന് ശേഷം അവർ പറഞ്ഞു ഈ പുസ്തകം ആരും വാങ്ങുന്നില്ല, സിനിമ കണ്ടിട്ട് പുസ്തകം ആരും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിനിമയും പുസ്തകവും തമ്മിൽ കുറെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റീല് മുഖം കാണിച്ച് ചെയ്യണം, അതിന് കൃത്യമായുള്ള പ്രതിഫലം തരാമെന്ന് പറഞ്ഞു. ഞാനൊരു ഏകദേശം 58 സെക്കൻഡ് മാത്രം നീളമുള്ള റീല് ചെയ്തിട്ട് എനിക്ക് ഏകദേശം 3000 രൂപ കിട്ടി. അപ്പോൾ എൻ്റെ പഠനം, എൻ്റെ യാത്ര, എല്ലാത്തിനും ഞാൻ പണം കണ്ടിട്ട് അങ്ങനെയാണ്. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള മാർഗം അതാണ്. പിന്നെ ഫോണിൽ കുറേ സമയം ചെലവിടുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരുപാട് സമയം റീല് കണ്ടിട്ട് ഏകദേശം 7 മണിക്കൂറും 8 മണിക്കൂറൊക്കെ സമയം ചെലവിടുന്നു. അപ്പോൾ സമയം കുറഞ്ഞു, സമാധാനമുണ്ട്. എൻ്റെ റീല് ചെയ്യുന്നു, ഇടുന്നു, പണം ഉണ്ടാക്കുന്നു, ഞാൻ ഉറങ്ങുന്നു. ഞാൻ എൻ്റെ സ്വസ്ഥത മാത്രം നോക്കുന്നുള്ളൂ സത്യം പറഞ്ഞാൽ. ഇപ്പോ 100-200 പേജുകളുള്ള ഒരു പുസ്തക നോവലിൽ നിന്ന് നിങ്ങളൊരു 1 മിനിറ്റ് 2 മിനിറ്റുള്ള വീഡിയോ ആക്കി തീർക്കണം. അപ്പൊ ആ ഒരു സമയത്തുള്ള ഒരു സംഘർഷം അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞങ്ങളെയൊക്കെ നിങ്ങൾ എപ്പോഴും ബുക്ക് റിവ്യൂ ചെയ്യുന്ന ആളുകളെയൊക്കെയാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ബുക്ക് റിവ്യൂ ചെയ്യുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ബ്രൂട്ട്ലി ഓണസ്റ്റ് പുസ്തകം പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് വായിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പോർഷൻ പറഞ്ഞു തുടങ്ങുക. അത് ലൈക്ക് കോണ്ടന്റ് ക്രിയേഷന്റെ ഒരു ഞാൻ അഡ്വൈസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കോണ്ടന്റ് ക്രിയേഷന്റെ ഒരു എന്താ പറയാ, നമ്മൾ ഫസ്റ്റ് ബുക്ക് കൊടുക്കുക എന്ന് പറയുമല്ലോ. അപ്പോൾ എൻ്റെ റീലുകൾ പലപ്പോഴും 1 മിനിറ്റ് പോലും തികച്ചുണ്ടാവാറില്ല. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനൊരു പുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ വായിച്ചോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആ പുസ്തകത്തിലുള്ള എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ ലൈൻസ് ഞാൻ ഉപയോഗിക്കും. ഇപ്പോൾ ബഷീറിന്റെ പ്രേമലേഖനാണെങ്കിൽ ഞാൻ തുടങ്ങുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പറയുന്ന പോലെ പ്രിയപ്പെട്ട സാറാമണി ജീവിതം യൗവന ഇഷ്ടവും ഇത് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുക. ഇപ്പോ ഒരിക്കലും എനിക്ക് എന്താ അകലേക്കാൾ അകലെയാണെങ്കിൽ അത് തോന്നിട്ട് അങ്ങനെ തുടങ്ങും. അതൊരു കൈൻഡ് ഓഫ് എന്താ പറയാ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഇത്രയും പറയുന്നത്, നമ്മൾ ആ ഒരു പുസ്തകത്തിന്റെ നിരൂപണം എന്നതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനൊരു പുസ്തകമുണ്ട്, ഇത് മാർക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു എഴുത്തുകാരനുണ്ട്. അപ്പോൾ എനിക്ക് വായിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇതൊക്കെയാണ് അതിൽ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചോ. നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല, അതിന് ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല. ബേസിക്കലി ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്, അത് നിങ്ങൾ അറിയണം, എല്ലാവരോടും പറയണം.
അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ, പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പലപ്പോഴും ലിമിറ്റേഷൻസ് വരാറുണ്ട്. അതായത് ചിലപ്പോൾ ചില പുസ്തകങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ ടൈമിന്റെ ഒരു, അതായത് നമ്മൾ അതിന്റെ ഒരു ഇൻസൈറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആളുകൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഒരു 8 to 9 seconds ഒക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നത്. ഒരു 10 ലക്ഷം ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 2 ലക്ഷം പേരാണ്. അവരെ അത് മുഴുവനായിട്ട് തന്നെ കാണുന്നുള്ളൂ. അപ്പൊ ഈ 10 ലക്ഷം ആളുകൾ എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിൽ എങ്ങനെ ഇത് കളർഫുൾ ആക്കാം എന്നാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള, പണ്ട് നമ്മളൊക്കെ യൂട്യൂബിൽ ഒരു ഷോർട്ട് ഫിലിം 25 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം ഓൾറെഡി ഇല്ലാതെ കാണുമ്പോൾ ഇന്ന് 1.5 മിനിറ്റ് ടൈറ്റിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. നമ്മൾ അടിച്ചുവിടും. എത്ര പേര് ഇപ്പോഴും ടൈറ്റിൽ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളുണ്ട്? അതായത് സിനിമാറ്റോഗ്രാഫർ, ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ഇവരുടെ പേരുകളൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവരൊക്കെ സോ മച്ച് എഫേർട്ട് ദിസ്. ഇതിലേക്ക് ഒരുപാട് എഫേർട്ട് ഉണ്ടെങ്കിലും ആരും പറയാതെ പോകുന്ന കാര്യങ്ങളാണ്. അത് ആളുകൾ അത്രയും ടൈം കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ പോസിബിൾ അല്ല ഈ കാലത്ത്. അല്ലെങ്കിൽ അതെന്തെങ്കിലും അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾ അങ്ങനെ. പക്ഷെ നമ്മൾ ബേസിക്കലി ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു, അത്രയും 1.5 മിനിറ്റിനോട് പറയുമ്പോൾ അതിൽ കുറച്ച് കൊടുക്കുന്ന പോലെ ചെറിയ BGM കൊണ്ട് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞാൽ ആളുകൾ അതിലൊന്ന് ഹുക്ക് ചെയ്ത് നോക്കിയുള്ളൂ. അപ്പോ അതുവഴി എന്താ പറയാ, ആളുകൾ ആ പുസ്തകം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സന്തോഷം. എന്താ പറയാനും ഞാൻ ബുക്ക് വായിക്കാൻ തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ ഞാൻ 2 മാസം ടാർഗറ്റ് വെക്കാനാണ് ഇപ്പോഴും ഒരു ഷെഡ്യൂൾ പോലെ. 2 മാസം നോവലാണെങ്കിൽ ഏകദേശം ഒരു 3 നോവൽ 4 നോവൽ 2 മാസം കൊണ്ട് വായിച്ച് തീർക്കണം എന്ന് തീരുമാനിക്കാറുണ്ട്. എപ്പോഴും രാത്രിയാണ് വായിക്കാൻ തിരഞ്ഞെടുക്കാറ്. പലപ്പോഴും നടക്കാറില്ല, അത് വേറെ കാര്യം. പിന്നെ ഒരു 10 പുസ്തകമൊക്കെ വായിച്ച ഒരു പുസ്തകം മാത്രം റീൽ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 9 ദിവസം ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് അങ്ങനെ ഇന്ന പുസ്തകം സെലക്ട് ചെയ്ത് വായന അങ്ങനെയൊന്നുമില്ല. വായിക്കുന്നു, ഇഷ്ടം തോന്നിയാൽ ഇടുന്നു. എന്നെ എന്തെങ്കിലും രീതിയിൽ ഹുക്ക് ചെയ്യുന്ന ഒരു കണ്ടന്റ് അതിലുണ്ടായാൽ എനിക്ക് എല്ലാ കാലത്തും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റീൽ ഉണ്ടാക്കുന്നു, ഇടുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞൊരു കാര്യം പ്രധാനമാണെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും റിവ്യൂവേഴ്സ് ആണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് പേപ്പർ പുലികളുടെ കാലം കഴിഞ്ഞു എന്നും ഇനി ഡിജിറ്റൽ പുലികളാണ് വരാനിരിക്കുന്നതെന്നാണ്. നമ്മുടെ സാഹിത്യത്തിലും എഴുത്തിലായാലും കാലങ്ങളായിട്ട് അതിൻ്റെ രൂപത്തിലായാലും ഉള്ളടക്കത്തിലായാലും പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ 1920-കളിൽ പാവങ്ങളൊക്കെ വരുന്ന സമയത്ത് പാവങ്ങളെ കുറിച്ച് കുട്ടികൃഷ്ണന്മാരാർ പറഞ്ഞൊരു സംഗതി രസകരമായിട്ട് തോന്നാറുണ്ട്. നമ്മൾ വിളക്ക് വെച്ച് രാമായണം വായിക്കുന്നവർക്ക് വിളക്ക് വെച്ച് വായിക്കേണ്ട രീതിയാണ് പാവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ കാലത്തിനനുസരിച്ച് ഇനി എന്തായാലും നാളെയുടെ നിർണേതാക്കളായിട്ടെങ്കിലും നിങ്ങൾ വരും, നിങ്ങൾ അംഗീകരിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പലതരം പ്രശ്നങ്ങൾ, വിമർശനങ്ങൾ, വിയോജിപ്പുകൾ വരുന്നുണ്ട്. അതിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇൻക്ലൂസീവ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയണം എന്നൊരു ആശംസയാണ് ആദ്യമേ പറയുന്നത്. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും അവതരണങ്ങളിൽ തോന്നിയിട്ടുള്ളൊരു വ്യത്യസ്തത. ഇപ്പൊ അമരാണെങ്കിൽ ഒരു ഫോട്ടോ, ഒരു പുസ്തകത്തിലെ ഒരു സംഭവം ഒക്കെ എടുത്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ട് ചെയ്യുന്നത്. പൃഥ്വിരാജിന് തോന്നുന്നത് കുറച്ചും കൂടി പൃഥ്വിരാജിൻ്റെതായ അനുഭവങ്ങളോ സെന്റൻസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു വീഡിയോക്ക് പിന്നിലുള്ളൊരു മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണോ അവതരിപ്പിക്കാറുള്ളത്, അതോ ഈ പബ്ലിക്കേഷൻസ് ഒക്കെ തരുന്ന വീഡിയോസിന് അവർ തരുന്ന കണ്ടന്റ് വെച്ച് പറയാറാണോ? പബ്ലിക്കേഷൻ കാണാൻ തരാറില്ല. ബുക്ക് അയച്ചിട്ടുണ്ട്. DC ആണെങ്കിലും മാതൃഭൂമി ആണെങ്കിലും ഇറങ്ങുന്ന എല്ലാ പുസ്തകങ്ങളും അയച്ചു തരും. നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ ചോദിച്ചാലും സൗജന്യമായിട്ട് അയച്ചു തരും. പിന്നെ ഞാൻ വായിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതവുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സങ്കടമോ സന്തോഷമോ എന്തോ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു കാര്യം കണ്ട് ഞാൻ ഹൈലൈറ്റ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കും. പിന്നെ അത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ആശയം കിട്ടും. അത് ചില പുസ്തകങ്ങൾ ഒരു ഭാഗം പഠിക്കും, ചിലത് പകുതിയാവും പഠിക്കും, ചിലത് 3/4 ഭാഗം പഠിക്കും, ചിലത് മാത്രമാണ് ഫുള്ള് തീരുക. അങ്ങനെ തീരുന്ന നോക്കിയിട്ട് അവസാനം എന്തെങ്കിലും കണ്ടന്റ് കിട്ടും. പിന്നെ ബുക്ക് ചെയ്യുന്ന പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് തന്നെ. പിന്നെ ലാസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ചെയ്തു. എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ഇഷ്ടമാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ, വീഡിയോ ചെയ്യാൻ,
ഒക്കെ ഇഷ്ടമാണ്. എൻ്റെ ഒരു മേഖല, എനിക്ക് ഇഷ്ടപ്പെട്ട മേഖല അതാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഇതുവരെ തോന്നിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, പബ്ലിക്കേഷൻ നമ്മൾ പൈസ തരുന്നില്ല. ഈ പുസ്തകങ്ങളൊന്നും നമ്മളത് ഒരിക്കലും ഒരു പ്രൊമോഷൻ രീതിയിലല്ല ചെയ്യുന്നത്. നമ്മൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക, പാഠ്യപത്രമായിട്ട് കിട്ടുന്നത് ഇവർ തരുന്ന പുസ്തകങ്ങളാണ്. അത് പബ്ലിക്കേഷൻ മാത്രമല്ല, പുതിയ എഴുത്തുകാരും ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് അയച്ചു തരുന്നുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുകയാണെങ്കിൽ കൃത്യ പറഞ്ഞ പോലെ തന്നെ, ഒന്ന് നമ്മൾ ഈ പുസ്തകം മുഴുവനായിട്ട് ഇത് വായിക്കണം. അല്ലാതെ ഞങ്ങൾ അതിന് വീഡിയോ ചെയ്യാറില്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സൈബർ ബുള്ളിങ് വരുന്ന സാധനമാണ്. പുസ്തകം വായിക്കാതെയാണ് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയിട്ട് റിവ്യൂ പറയുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാവരും പുസ്തകം വായിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു പ്രോസസ്, ഒരു പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ പൃഥ്വി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിൽ അട്രാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഇത് നമ്മളായിട്ട് റിലേറ്റഡ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നോക്കും. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ചില ആളുകൾ പുസ്തകം ഭയങ്കര പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിൽ നോട്ട് ചെയ്ത് എഴുതി അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത് കഴിയുമ്പോൾ അത് വായിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കൊള്ളാം, ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിച്ചാൽ കൊള്ളാൻ തോന്നുമ്പോൾ ഞാനിപ്പോ ഹൈലൈറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടെ റെഫർ ചെയ്യും. എന്നിട്ട് ഞാൻ തന്നെ ഒരു സ്ക്രിപ്റ്റ് ശരിയാക്കും. എന്നിട്ട് അതിലേക്ക് ഒരു ബുക്ക് വേണം എന്നുള്ളതുകൊണ്ട് അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കൊട്ടേഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളോട് പറഞ്ഞ് അത് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുക. പിന്നെ ഇത് നമ്മൾ വെറുതെ അങ്ങ് ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങൾ കുറച്ചും കൂടെ ക്വാളിറ്റി വേണം എന്ന് ആഗ്രഹിക്കും. അതായത് മേക്കിങ്ങിലും ക്വാളിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ഒരു മാസത്തിൽ ചിലപ്പോൾ 2, 3, 4 വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ അതിനിടയ്ക്ക് നമ്മൾ വർക്കും ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു പ്രൊഫഷണൽ പർപ്പസ് ആയിട്ട് കാണുന്നില്ല, ഒരു പാഷന്റെ പുറത്ത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. അതായത് ഇപ്പൊ ക്യാമറ ആണെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകം വായിച്ചിട്ട് ഞാൻ ഡൽഹി പോയാൽ അത് ഷൂട്ട് ചെയ്യാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ്, ഇത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് എന്ത് ഔട്ട്ഫിറ്റ് ഇടണം. അതായത് ഒരു ഡാൻസ് വീഡിയോ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു സിനിമ റീൽ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങളും ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. ഈ ഒരു പുസ്തകത്തെ പ്രസന്റ് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂം ഏതാണ്, ബാക്ക്ഗ്രൗണ്ട് ഏതാണ്. ഈ BGM തപ്പുന്ന പരിപാടിയൊക്കെ എഡിറ്റേഴ്സിന്റെ അറിയാം എത്ര കഷ്ടപ്പാടാണ്. കാരണം നമ്മുടെ വോക്കൽ ഹൈലൈറ്റ് ആയി നിൽക്കുകയും വേണം, എന്നാൽ അതൊരു ഫീൽ കിട്ടാൻ ഒരു BGM വേണം. കാണുന്നവർക്ക് 30 സെക്കൻഡ് ഫീലാണെങ്കിലും അതിന്റെ ഒരു പ്രോസസ് എന്താ പറയാ, എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോ നിങ്ങളെപ്പോലുള്ള ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാര് അധികം നോവല്, കഥ ഇതൊക്കെയാണ് അധികമായിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ കവിത അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ കവിത കുറവാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കവിത കഴിയുന്നത്? എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽ ചെക്ക് ചെയ്തിട്ടില്ല തോന്നുന്നു. ലൂയിസ് പീറ്ററിന്റെ എടുത്തിട്ടുണ്ട്, അയ്യപ്പന്റെ എടുത്തിട്ടുണ്ട്, PK പാറക്കടവിന്റെ എടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഫീഡ് സെർച്ച് ചെയ്താൽ കിട്ടും. താരതമ്യം പൊതുവെ കുറവാണ്. നോവലും ചെറുകഥകളുമാണ് നമ്മൾ കൂടുതൽ റിവ്യൂ വരുന്നത്. ഒരുപക്ഷെ മാർക്കറ്റിലെ വായിക്കപ്പെടുന്നതിന്റെ കൂടി പ്രശ്നമായിരിക്കും, കവിതയുടെ പുതുകാല ഓഡിയൻസിന്റെ പ്രശ്നം. എനിക്ക് കവിത കുറച്ച് സ്യൂട്ടല്ല. എനിക്ക് കവിത വായിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇപ്പൊ മലയാളം പഠിക്കുന്ന കുട്ടികളാണ്, എനിക്ക് കുറച്ചുകൂടി എളുപ്പമാവും. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറച്ചുകൂടി എളുപ്പം നോവലാണ്, ചെറുകഥയാണ്. എൻ്റെ മാനസികാവസ്ഥയ്ക്ക് അതാണ് കുറച്ചുകൂടി ബെറ്റർ. അതുകൊണ്ടാണ് അതിനോട് ഒരു യോജിപ്പുണ്ടായിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരും അത്യാവശ്യം എഴുതുന്നവരാണെന്നും കൂടി എനിക്കൊരു അഭിപ്രായമുണ്ട്. ചെറിയ ക്യാപ്ഷനുകൾ വായിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾ FB പുസ്തക റിവ്യൂകൾ, അതുപോലെ ബ്ലോഗുകളിലൊക്കെ കുറിപ്പുകളൊക്കെ ഇട്ട് വല്ലതും എഴുതിയിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര ശേഷിയെ, കഴിവിനെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. എഴുത്തും ഈ ഒരു സംസാരശേഷി തമ്മിൽ ഇതിലൂടെ സംവേദനം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പലതരം കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി, റീച്ചിനെ പറ്റി, വിസിബിലിറ്റിയെ പറ്റി. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ ഒരു ഓഡിയോ ബുക്ക് ആളുകളിലേക്ക് എത്തുന്നതും നിങ്ങളുടെ ഒരു വീഡിയോ എത്തുന്നതും തമ്മിൽ വലിയൊരു അന്തരം ഉണ്ടാവും. അതിനെ കുറിച്ച് ചോദിക്കാൻ
അഭിപ്രായം ആവശ്യം പറയാം. ഒരു ഓഡിയോ ബുക്ക്, ഒരാൾ ഓഡിയോ ബുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ഇടുന്നു, നിങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു, ഇത് രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ടാവും. അതുപോലെ ഒരു കുറിപ്പ് എഴുതിയിട്ട് FB-യിലോ ബ്ലോഗുകളിലോ ഇടുന്നതും നിങ്ങളുടെ ഒരു വീഡിയോ തമ്മിൽ വലിയ അന്തരമുണ്ടാവും. നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുസ്തകം ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഏത് പുസ്തകം ഇറങ്ങിയാലും പുതിയ പുസ്തകം ഒരുവിധമൊക്കെ അറിയുന്ന ഫ്രണ്ട്സിന്റെ പുസ്തകങ്ങളുണ്ട്, ഒക്കെ അവർ അയച്ചു തരും. അപ്പൊ വീഡിയോ ആയിട്ട് ഈ റിവ്യൂ ഇടുമ്പോൾ കുറെ പേരിലേക്ക് എത്തും. എഴുത്താവുമ്പോൾ എല്ലാവർക്കും സമയമില്ല, ആൾക്കാർ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് അയച്ചു തരുന്നത്. അപ്പൊ റീഡ് ചെയ്യുമ്പോൾ എല്ലാവരും എത്തും, വേഗത്തിലെത്തും. എഴുത്താണെങ്കിൽ പതിയെ എത്തുള്ളൂ. അത്രയും പരന്ന് വായിക്കുന്നതാണെങ്കിൽ എത്തപ്പെടും. ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് അയച്ചു തരുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളോ ഇതുപോലെ പബ്ലിക്കേഷൻസ് ഒക്കെ അയച്ചു തരുന്നതാവും. അപ്പോൾ അതിൽ നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യുക? ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ബുക്കുകളുണ്ട്, ഇത്രമാത്രം എങ്ങനെ വായിക്കാൻ പറ്റും ഇതൊരു സംശയമാണ്. എന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ബുക്ക് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറെ ലൈബ്രറീസ് നമ്മളെ സമീപിക്കും. അപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്ത എനിക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളാണ് ഞാൻ അവരോട് പറയാം. ഒരു 10 പുസ്തകം പറയുക പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള പുസ്തകം പറയും. അത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് വേണ്ട പുസ്തകങ്ങൾ ഞാൻ അവരോട് ആവശ്യപ്പെടുന്നു, അവർ അയച്ചു തരും. അങ്ങനെയാണ്. അല്ലാണ്ട് അവർക്ക് ഇഷ്ടത്തിന് അയച്ചു തരില്ല. അവർ പറയും ഇങ്ങനൊരു റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രമോഷൻ വേണം, നിങ്ങളുടെ പൈസ എത്രയാണ്, നിങ്ങൾക്ക് ഏതൊക്കെ പുസ്തകമാണ് വേണ്ടത്. അപ്പൊ ഞാൻ പൈസ കൂടുതലായിട്ട് വാങ്ങാറില്ല. ഞാൻ പൈസക്ക് പകരം അവരുടെ 20 പുസ്തകം 30 പുസ്തകം ഞാൻ വാങ്ങാറുണ്ട്. അത് എനിക്ക് പതിയെ വായിക്കാനുള്ള പുസ്തകം. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു താൽക്കാലിക ആഘോഷങ്ങളുണ്ട്. ആ സമയത്തുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ കിട്ടിയതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള പോപ്പുലർ പുസ്തകങ്ങൾ, ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങൾ ഗുണമേന്മയുടെ ഒരു അളവുകോലായിട്ട് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിൽ തമസ്കരിക്കപ്പെട്ടു പോകുന്ന ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്. നിങ്ങളുടെ റിവ്യൂവും അതിനൊരു പരിധി വരെ സഹായകരമാകുന്നുണ്ട് ഈ പുസ്തകങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു വിപണിയുടെ താല്പര്യം അല്ലെങ്കിൽ ഇതാണ് ഉദാത്തമായ സാഹിത്യം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്നതിൽ ചെറിയൊരു പ്രശ്നമല്ലേ? സാഹിത്യം ഉന്നതാണെന്ന് പറയാൻ എനിക്കറിയില്ല. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചത്. പിന്നെ പുസ്തകം എഴുതുന്നതിന് മുന്നേ 2-4 വർഷമാണ് എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അവള് പുസ്തകം എഴുതുന്നതിന് എന്റെ ഫ്രണ്ടാണ്. അവള് പുസ്തകം എഴുതിയിട്ട് ഏകദേശം ഞാൻ 8 മാസം കഴിഞ്ഞാണ് പുസ്തകം വായിച്ചത്. എന്റെ ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പുസ്തകം വായിക്കാൻ പറ്റൂല. അതിനെ കുറിച്ച് ഞാൻ ഒരു റിവ്യൂ ഇട്ടിട്ടില്ല. ഞാൻ അവർക്ക് ആശംസ കൊടുത്തിട്ട് റിവ്യൂ ഇട്ടിട്ടുള്ളൂ. ഞാൻ അതിനെ കുറിച്ച് റിവ്യൂ ഇട്ടിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് എല്ലാവർക്കും ഇത്രയും സ്വാതന്ത്ര്യം ലഭിക്കും. ഈ പുസ്തകം വായിക്കണം, പിന്നെ പുതിയ കള പുസ്തകം 10 പതിപ്പ് വരെ വിറ്റാൽ മതി, ബാക്കിയുള്ളവർക്ക് 100 പതിപ്പ് വരെ പോകും. അങ്ങനെയൊന്നുമില്ല. വേണ്ടവർക്ക് എഴുതാം, വേണമെങ്കിൽ വായിക്കാം. കാരണം അവനവന്റെ പണമാണ്, അവനവന്റെ സമയമാണ്. എന്താ വെച്ചാൽ അവന് ഇഷ്ടം പോലുള്ള രീതിയിൽ ഉപയോഗിക്കാം. ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് വായിച്ചു, ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ഇത് വായിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്ന എന്റെ മൈൻഡിൽ ഓക്കെ ആവുന്ന സാധനങ്ങളെ ഞാൻ വായിച്ചുള്ളൂ. അതിപ്പോ ആരായാലും. പിന്നെ ചിലത് പുസ്തകം ക്ലിക്ക് ആവുന്നത് സന്തോഷം. എഴുതുന്ന എല്ലാവർക്കും വേണ്ടതുപോലെ പുസ്തകം വിറ്റഴിക്കപ്പെടണം, വായിക്കണം തന്നെയാണ്. അങ്ങനെ ആവുന്നതിൽ സന്തോഷമുള്ളൂ. അതാരതായാലും ഈ ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് നിമ്മയുടെ അതുപോലെ അഖിൽ ധർമ്മജന്റെ ഒക്കെ പുസ്തകങ്ങൾ ഭയങ്കര ഹൈപ്പാണ്, ഓവർ റേറ്റഡ് ആണ് എന്നൊക്കെ പറയാം. പക്ഷെ ഒന്നാമത്തെ കാര്യം, ഒരു പുസ്തകവും ഓവർ റേറ്റഡ് ആണ് അല്ലെങ്കിൽ അത് കൊള്ളില്ല എന്ന് പറയാൻ നമ്മൾ ആളുകളെല്ലാം പറയാം. കാരണം എന്തൊരു ആർട്ടിനും അതിൻ്റെതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് അവരുടെ കൃത്യമായിട്ടുള്ള ഓഡിയൻസിന്റെ അടുത്ത് എത്തുമ്പോൾ അത് ചിലപ്പോൾ ആളുകൾ ആഘോഷിക്കും എന്നതാണ്. ഒരു സമയത്ത് നമ്മുടെ കൊറോണ ഒക്കെ വന്ന സമയത്താണ് OTT പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ഇടയിൽ ഭയങ്കരമായിട്ട് തരംഗമാകുന്നത്. അതുപോലെ തന്നെ ഒരു സ്പാനിഷ് സീരീസ് ആയിട്ടുള്ള മണി ഹേസ്റ്റ് അത് ഭയങ്കരമായിട്ട് തരംഗമായി മാറി. പക്ഷെ ആ സമയത്ത് അതുവരെ OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മണി ഹേസ്റ്റ് കണ്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ പറഞ്ഞു, ഇത് ചവറ് പോലെയായി, മണി ഹേസ്റ്റിന്റെ കോളനി വൽക്കരണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അവരുടെ മാത്രം എന്തോ സ്വകാര്യ കുത്തകയാണെന്നും അത് സാധാരണക്കാര് എൻജോയ് ചെയ്യാൻ പാടില്ല, അത് സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള എന്തോ ഒരു ഈഗോയുടെ പ്രശ്നമായിരിക്കാം. അതുപോലെ തന്നെയാണ് എനിക്ക് ഈ പുസ്തകങ്ങൾ മാർക്കറ്റിൽ വന്നപ്പോൾ ഇത് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിനെതിരെ ആളുകൾ വന്നപ്പോൾ ക്വാളിറ്റി മാറ്റേഴ്സ്, ശരിയാണ് ക്വാളിറ്റി മാറ്റേഴ്സ്, പക്ഷെ
ഞാൻ എന്ന് പറയുന്ന ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണ് എൻജോയ് ചെയ്യുന്നത് എന്ന് എന്റെ മുന്നിലേക്ക് ആൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ പോയൊരു ഷർട്ട് ചിലപ്പോൾ നാളെ ഞാൻ ഇട്ട് വരും. അത് എന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. എല്ലാത്തിനും ഇവിടെ ഓഡിയൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇതുവഴി ഒരുപാട് പേര് വായനയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്, ബ്രോ ഈ പുസ്തകം ചെയ്യുമോ, ആ പുസ്തകം ചെയ്യുമോ. പക്ഷെ എനിക്കൊന്ന് വായിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല, ചിലപ്പോൾ അതിന്റെ വീഡിയോ ചെയ്യാറില്ല. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ആ പുസ്തകത്തെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണത് അതൊരു പ്രശ്നമായിട്ട് കാണുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇനിയും പല ട്രെൻഡുകളും ഉണ്ടാവും, ആളുകൾ അതിനെ ഫോളോ ചെയ്യും, അത് എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുവഴി വീണ്ടും വായനയിലേക്ക് വരുന്ന തിരിച്ചു വരുന്ന ആളുകളെ ഒരുപാട് പേരെ എനിക്ക് അറിയാം. അപ്പൊ അത്തരം പുസ്തകങ്ങളിലൂടെ അത് എന്തോ ആയിക്കോട്ടെ, ഒരു നല്ല പുസ്തകം മോശം പുസ്തകം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പുസ്തകം വായിച്ചിട്ട് ഒരാൾ ഇനിയും വായനയിലോട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പാടുന്നത്. അപ്പൊ നമ്മളടുത്ത് നിങ്ങൾ ഇന്ന ക്വാളിറ്റിയുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇന്ന റൈറ്ററുടെ പുസ്തകങ്ങൾ മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള റൈറ്റേഴ്സിന്റെ പുസ്തകം വായിക്കും, ഇഷ്ടമുള്ള നോവലുകൾ വായിക്കും, കഥകൾ വായിക്കും, ചിലപ്പോൾ വായിക്കില്ല. അങ്ങനെ ചിലപ്പോ അത് ഒരു ട്രെൻഡായി മാറിയപ്പോൾ ചിലപ്പോൾ അത് വായിച്ച ആൾക്കാരെക്കാൾ കൂടുതൽ ചിലപ്പോൾ അത് വാങ്ങിച്ച ആൾക്കാരായിരിക്കും. പക്ഷെ അതുവഴി ഒരുപാട് പുതിയ വായനക്കാരുണ്ടായിട്ടുണ്ടെന്ന് പേഴ്സണലി എനിക്ക് അറിയാം. ഇപ്പോഴും എൻ്റെ അടുത്ത് അതിനുശേഷം വന്ന് ഒരുപാട് പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷെ അവർ തുടങ്ങിയത് ചിലപ്പോൾ ഈ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടോ അല്ലെങ്കിൽ റാംകെയർ ഓഫ് ആനന്ദി ഒക്കെ. പിന്നെ പബ്ലിഷേഴ്സിന്റെ ലാഭം, റൈറ്റേഴ്സിന് കിട്ടുന്ന റോയാലിറ്റി, ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും എല്ലാത്തിനും ഓഡിയൻസ് ഉണ്ട്, എല്ലാം എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരത് ചെയ്തോട്ടെ, അത് വേറെ ആരെയും ഹാം ചെയ്യുന്ന രീതിയിലല്ലല്ലോ. അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അവര് പറഞ്ഞതിലുള്ള ഒരു കാര്യം ക്വാളിറ്റി മാറ്റേഴ്സ് തന്നെയാണ്. നമ്മുടെ വായന ഒരു പരിണാമം അതിൽ വരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായ ചില വിയോജിപ്പുകളുണ്ട്. പക്ഷെ നമ്മള് വേറൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപാട് പുസ്തകങ്ങളെ കുറിച്ച് അവ മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ വ്യക്തിപരമായി അറിയിക്കാറുണ്ട്. നല്ല പുസ്തകങ്ങളെ തുറന്നു കാണിക്കാൻ പ്രതിബദ്ധതയുള്ള ഒരു അവതാരകൻ, ഒരു റിവ്യൂവർ എന്തുകൊണ്ട് മോശം പുസ്തകങ്ങളെ കൂടി ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല? ഞാൻ എന്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആ എഡിറ്റർ പറഞ്ഞിട്ടുള്ള കാര്യത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാനാണ്. അതിനുശേഷമുള്ള എന്റെ വീഡിയോസിലും ഒരു പുസ്തകത്തിന്റെ മോശം ഭാഗം ഞാൻ ശരിക്കും കാണിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ തെരുവിൽ ചെയ്തിട്ടുള്ളത് പ്രേമനഗരം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്താണ്. പ്രേമനഗരമല്ല കമ്പി നഗരമാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് കോമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ബിനീഷ് പുഷ്പടത്തിന് ഞാൻ നേരിട്ട് കാണുമ്പോൾ പറഞ്ഞു, എന്റെ പുസ്തകങ്ങൾ കുറെ തെറി വായിച്ചു തന്നൂല്ലേ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ അതിൽ സ്ത്രീ പുരുഷ ബന്ധത്തിലെ എഴുത്തുകാരന്റെ കുറച്ച് തെറ്റിദ്ധാരണകൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പോയിന്റ് ചെയ്ത് പറഞ്ഞിട്ടുമുണ്ട്. അതായത് അത് പുള്ളിക്കാരന്റെ മാത്രം തെറ്റിദ്ധാരണയായിട്ട് എനിക്ക് തോന്നി. അതായത് ഇങ്ങനെയൊന്നും അല്ല ചില കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ആ പുസ്തകം എന്താ പറയുക, ഒരു സദാചാര ബോധങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതും ഞാനതിൽ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വായിക്കുന്ന ഒരു പുസ്തകത്തിന്റെ നല്ല വശം മാത്രമല്ല, ചിലപ്പോഴൊക്കെ എന്നെ എന്താ പറയാ എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലുള്ള തെറ്റുകൾ ഉണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതും പറയാറുണ്ട് എന്റെ വീഡിയോസിൽ. താഴെ ഡിസ്ക്ലൈമറും കൊടുക്കും. എക്സ്പ്രഷൻസ് ആർ വെരി യൂസ്ഫുൾ. എന്താ പറയാ, പുസ്തകം എന്താ ഒരുപാട് പേര് എഴുതാറുണ്ട്. പിന്നെ ചില പുസ്തകം എനിക്ക് ഇഷ്ടമാവാറില്ല. പിന്നെ ആദ്യമായിട്ടൊക്കെ എഴുതി തുടങ്ങുന്നപ്പോ എന്റെ ഫ്രണ്ട്സ് സർക്കിൾ തന്നെ ചില ആൾക്കാർ എഴുതി തുടങ്ങി. ഞാൻ അവർക്ക് മെസ്സേജ് അറിയാം, എനിക്കിത് ഇഷ്ടമായില്ല, എന്തോ പോലെ തോന്നുന്നുണ്ട്, വരുമാനം ഫീൽ ആകുന്നത്. പബ്ലിക്കലി ഞാനത് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ജാതി, പണം, ഇതിനെന്തൊക്കെയുള്ള ഒരു ആർഗ്യുമെന്റ് ആണെങ്കിൽ എനിക്ക് പബ്ലിക്കലി ഒന്ന് പറയാം ഇത് മോശമാണ്. പക്ഷെ ഒരാൾ ആ എഴുത്ത് മോശമാകുമ്പോൾ നിന്നെ കൊണ്ട് എഴുതാൻ കഴിയില്ല, നീ എഴുതുന്നതൊക്കെ അയാളെ ഗ്രോത്തിങ് പീരീഡിന് അത് ബാധിക്കും. അപ്പൊ ഞാൻ പേഴ്സണലി പറയുന്നത്, എനിക്കിത് എന്നോട് ചോദിച്ചാൽ, അല്ലാണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എഴുത്ത് മോശമായിരുന്നു, ബുക്ക് മോശമായിരുന്നു അങ്ങനെ പറയുന്നു. പക്ഷെ ഒരു ജാതി അധിക്ഷേപമോ സാമ്പത്തികമായിട്ട് ഒരാളെ ക്രൂശിക്കലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പബ്ലിക്കലി എഴുതിയിടാം, അത് എക്സ്പ്രസ് ചെയ്യും. അല്ലാതെ ഒരാളെ സ്കില്ലിനെ ഞാൻ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരും അല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇവരുടെ വീഡിയോസ് കണ്ട് പലർക്കും പരിചയം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്.
നിങ്ങൾക്ക് പുതുകാലത്തെ ആർക്കും പരിചയം വരുമ്പോ തന്നെ ഏതായി വായിക്കുക ഇതും കൂടെ കണ്ടിട്ടില്ല. ഒരു പുസ്തക റിവ്യൂ സംവിധാനത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് പങ്കുവെക്കാം. അതിലെ ഒരാൾ പറഞ്ഞൊരു കമന്റ്, പ്രേമനഗരത്തിന്റെ റിവ്യൂ ചെയ്ത സമയത്ത് അധികമായിട്ട് തെരുവിളി കേൾക്കേണ്ടി വന്നു, അല്ലെങ്കിൽ മോശം കമന്റ് കേൾക്കേണ്ടി വന്നു. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ഒരു ഖേദപ്രകടനം സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഖേദപ്രകടനം നടത്തി ഒരു വീഡിയോ ചെയ്യാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ റിവ്യൂ ചെയ്തതിന് ശേഷം അത് വീണ്ടും ആവർത്തിച്ച് വായിച്ച് അതിൽ ആ പറഞ്ഞ തരത്തിൽ എന്തെങ്കിലും മോശമായ സംഗതി ഉണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നുകയോ അത്തരത്തിൽ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് രണ്ടാമതൊരു വീഡിയോ ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ അതിലൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും വീഡിയോസിന് വേണ്ടിയിട്ട് കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ആ പുസ്തകത്തെ കുറിച്ച് സംസാരിച്ച ഒന്നും എൻ്റെ വീഡിയോയിൽ വരരുത് എന്നൊരു നിർബന്ധം ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരിക്കലും ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എൻ മോഹനന്റെ ഒരിക്കലും. അതിലെല്ലാവരും അതിലെ പ്രണയത്തെക്കുറിച്ചും വിരഹത്തെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഞാൻ അതിൽ സംസാരിച്ചത് ഒരു മനുഷ്യന്റെ പ്രൈവസി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് എൻ മോഹൻ കൃത്യമായിട്ട് അതിൽ വരച്ചു കാട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ ആളുകളുടെ പ്രൈവസിക്ക് യാതൊരുവിധ വാല്യൂവും ഇല്ലാതിരിക്കുമ്പോൾ അത്തരം ഒരു പുസ്തകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്: എന്റെ യൗവനാരംഭത്തിന്റെ സ്വപ്നങ്ങളിൽ രോമാഞ്ചമായി വന്നിരുന്ന പെൺകുട്ടി, നീ യാദൃശ്ചികമായി ഇത് വായിച്ച് സ്വയം തിരിച്ചറിയുകയാണെങ്കിൽ എനിക്ക് മാപ്പ് തരുമെന്നുള്ളത്. അത് ഈ ഒരു കാലഘട്ടത്തിലും എത്രത്തോളം റെലവന്റ് ആണ് എന്നുള്ള ഒരു കാര്യം എനിക്ക് തോന്നി. അപ്പോ അതുപോലെ പ്രേമനഗരം വായിച്ച സമയത്താണെങ്കിലും അത് ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ പോലും അതിന്റെ സദാചാര ബോധങ്ങളെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആരും കോട്ട് ചെയ്തില്ല. എല്ലാവരും അതിൽ അശ്ലീല ചോദനയുള്ള വാചകങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ ഞാൻ എപ്പോഴും അതിൽ കണ്ടെടുത്തതാണ്. അപ്പൊ ഞാനൊരു കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, അടിമുടി പഠിച്ച് അല്ലെങ്കിൽ അത്തരത്തില് എനിക്ക് അതിന് വ്യത്യസ്തമായിട്ട് എന്ത് പറയാനുണ്ട് എന്നൊരു 2-3 പ്രാവശ്യമൊക്കെ ആലോചിക്കും. അതുകൊണ്ട് തന്നെ ഒരു വലിയ ലോങ് ഗ്യാപ്പുകളിലാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. പിന്നെ തെറി കേട്ടിട്ട് പിന്നെ അതിൽ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ തമ്മിലുള്ള വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ സൈബർ ബുള്ളിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കറന്റ് ഞാൻ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേരളത്തിൽ KR മീര നടന്നിട്ടുള്ള ഒരു പ്രസ്താവന. അതിന്റെ തൊട്ടടുത്ത് ഇരുന്ന് ചിരിക്കുന്ന പയ്യൻ ഞാനാണ്. ആ ഒരു ഒക്കേഷനിൽ ഞാൻ ചിരിച്ചു പോയി. അത് അത്രയും പ്രിവിലേജ് ആയിട്ട് സ്ത്രീ. രണ്ടാമത് ഞാൻ ഒട്ടും കോൺഷ്യസ് അല്ല, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് വന്ന് സ്റ്റേജിൽ കയറണം. ആ മൊത്തം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാൻ ഇന്ന് വിയർക്കുന്നുണ്ട്, ഞാൻ ഇന്ന് വിറയ്ക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി ചിരിക്കുന്നുണ്ട്, മുന്നിലിരിക്കുന്ന ആളുകൾ ചിരിക്കുന്നുണ്ട്, അപ്പൊ ഞാനും ചിരിച്ചു. പക്ഷെ അതിന്റെ പേരിൽ ഇവൻ രാഹുൽ ഈശ്വർ വരെ സൈഡിൽ ഒരു മണ്ടലിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഒരു ലാഘവത്തോടെ ചിരിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടത്. അപ്പോ ആ സമയത്ത് വേണമെങ്കിൽ എനിക്കത് റിയാക്ട് ചെയ്തിട്ട് ഒരു കുപ്രസിദ്ധി വേണമായിരുന്നു. പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നില്ല, എനിക്കതിനുള്ള സമയമില്ല. അപ്പൊ ഒരുപാട് സൈബർ ബുള്ളിങ് ഉണ്ട്. പക്ഷെ ഞാൻ അതിനൊക്കെ ഒരു എന്താ പറയാ, മെയിൻ ട്രോളറാണ് ഇരിക്കുന്നത്. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ്, ട്രോൾ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ അതിനെ നമ്മൾ ആ ഒരു ലാഘവത്തോടെ മാത്രമേ കാണുള്ളൂ. നമ്മൾ ആലോചിക്കുന്നത് ഏറി കയറാനൊരു യോഗ്യത വേണം എന്നാണ് ആലോചിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു റിഗ്രറ്റോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യണം അങ്ങനെയൊന്നും തോന്നാറില്ല. സംശയമാണ്. ഇപ്പോ ഒരു കാര്യം പറയുകയുണ്ടായി, പൊളിറ്റിക്കലി നടക്കുന്ന ഇഷ്യൂ, കാസ്റ്റ് ഓറിയന്റഡ് ആയിട്ട് വരാവുന്ന ഇഷ്യൂസ്, ജാതീയപരമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ടെന്ന്. എന്നാൽ എൻ്റെ റീലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യാറില്ലെന്ന് പറഞ്ഞു. എൻ്റെ 2 കോൺടെക്സ്റ്റിലാണ്. ശരിക്കും യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് രണ്ട് ചിത്രങ്ങളായിട്ടാണ്. അതേസമയം റീലൊന്നും പോസ്റ്റൊന്നും വരാം. അതിനെ കുറച്ച് കണക്ട് ചെയ്തിട്ടില്ലേ ശരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ റീലിലൂടെ കുറച്ചും കൂടി അത് അങ്ങനെ ഒരു യഥാർത്ഥമായിട്ട് ഈ റീലിലൂടെ ഇത് ജാതീയപരമായ പ്രശ്നത്തെ കൂടി അഡ്രസ് ചെയ്യുന്ന ക്ലിയർ ആയിട്ടില്ലോ? അതായത് താൻ പറഞ്ഞു
വ്യക്തി എന്നുള്ള നിലയിൽ ജാതിപരമായിട്ടുള്ള വിശ്വാസം പുലർത്തുന്ന പോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ പറയും. പക്ഷേ തൻ്റെ റീൽ അതിൽ പ്രതികരിക്കുന്നില്ല, അതിൽ അത് ഉപയോഗിക്കുന്നില്ലെന്ന് പല സ്റ്റേറ്റ്മെന്റും പറയും ഒരേ സമയത്ത്. ഇതിനൊക്കെ പരസ്പരം കണക്റ്റഡ് അല്ലേ? സോഷ്യലി ഒരു സ്പേസിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ അതിന്റെ ഭാഗമാണ്. അപ്പൊ അത് ഉപയോഗിക്കേണ്ടതല്ലെന്നാണ് എൻ്റെ ചോദ്യം. ഞാനിപ്പോ സോഷ്യലി നടക്കുന്ന ഒരു ഇഷ്യൂ എന്റെ ഫ്രണ്ടിന്റെ ബുക്കിൽ അത്രയും ബ്രൂട്ടലായിട്ട് എന്തെങ്കിലും പബ്ലിക്കലി പറയും. പക്ഷെ അയാൾ എഴുത്ത് മോശമാണ്, അയാൾക്ക് എഴുതാനുള്ള സ്കില്ലില്ല, അതിന്റെ അക്ഷരങ്ങൾ കുറച്ചുകൂടി റൊമാൻറ്റിക് അല്ല, അങ്ങനൊന്നും പറയാൻ ആളല്ല എന്നാ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഈയിടെ ലാസ്റ്റ് റീൽ എതിര് എന്ന് പറഞ്ഞ ബുക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ ജാതീയമായിട്ടുള്ള കേരളത്തിലെ ജാതി ഘടനകൾ വിളിച്ചു പോകുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും പുസ്തകമാണ്. അത് ഞാൻ ഒരു പാഠപുസ്തകം പോലെ എല്ലാവരും വായിച്ചിരിക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇങ്ങനെ വളർന്നു വരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് എന്റെ കൺമുന്നിൽ കാണുന്നത് ഞാൻ അതുപോലെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ ഓരോ ദിവസവും ഒരുപാട് പേര്, പിന്നെ എനിക്കിപ്പോ ഈ ഒരു മാസം തന്നെ 4-5 കോളൗട്ടുകൾ അയച്ചു തന്നു, പെൺകുട്ടികൾ കോളൗട്ടുകൾ അയച്ചു തന്നു. എന്നിട്ട് എന്നോട് സ്റ്റോറി ഇടുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കോളൗട്ട് വരുമ്പോൾ സ്റ്റോറി ഇടാൻ പറ്റൂല. ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആൺകുട്ടിയെ കയ്യിൽ പ്രതിയാണെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. അങ്ങനെ എനിക്ക് പറയാം. അല്ലാതെ ഫേക്കായിട്ട് എന്താണ് ഏതാ നടക്കുന്ന അറിയില്ല. ഒരു പുസ്തകം വായിച്ചാൽ തെറ്റുണ്ടെന്ന് പറയാൻ മടിയില്ല. പക്ഷെ ഒരാളെ റൈറ്റിംഗ് സ്കില്ലിനെ ജഡ്ജ് ചെയ്യാൻ എനിക്കൊരിക്കലും അവകാശമില്ല എന്നാ പറഞ്ഞു. ഈ ജനപ്രിയ കൃതികളെ കുറിച്ച് മാത്രം മലയാള സാഹിത്യത്തിൽ സംസാരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് റീൽ ചെയ്യുന്നവർ എന്നുള്ള ഒരു ഇതുണ്ട്. ആ ജനപ്രിയ സാഹിത്യം അല്ലെങ്കിൽ നോവൽ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹിത്യ ശാഖയ്ക്ക് മാത്രം അതിൻ്റെ ഒരു പ്രൊമോഷന്, അതിൻ്റെ ഒരു വായന മാത്രം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതിയിലേക്ക് പുതിയ കാലത്തെ ചുരുക്കിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നുള്ള ഒരു മറ്റ് സാഹിത്യ ശാഖകളിലെ ഗ്രന്ഥങ്ങളോ പുസ്തകങ്ങളോ ഒന്നും പരിചയപ്പെടുത്തി കാണുന്നില്ല. വൈജ്ഞാനിക കൃതികളോ ശാസ്ത്രകൃതികളോ മൗലിക കൃതികളോ അങ്ങനെയുള്ള ഒരു കൃതികളെ കുറിച്ചും പറയാനോ അല്ലെങ്കിൽ അത് വായിക്കപ്പെടേണ്ടതാണ്, പിന്നെ വായനക്കാരുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ ഇന്ന കൃതിയെ കുറിച്ച് പറയേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഇന്ന കൃതി ഇന്ന സാഹിത്യ ശാഖയിൽ നമ്മുടെ ഈ ഒരു പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ് എന്നുള്ള തോന്നലിൽ ഏതെങ്കിലും പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെയുള്ള സാഹിത്യ മേഖലയെ പാടെ ഒഴിവാക്കപ്പെടുന്നു എന്ന് ഒരു വിശദീകരണം പറയാമോ? വായിക്കാൻ ഒരുപാട് സമയം വേണം. പിന്നെ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ച സാമ്പത്തികമായ പ്രശ്നമായിരുന്നു. എനിക്ക് കിട്ടുന്ന പൈസ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പേഴ്സണലി. അപ്പോൾ ഞാൻ വായിക്കുന്നതിനൊപ്പം എനിക്ക് പണം കിട്ടാനുള്ള മാർഗ്ഗം നോക്കിയിട്ട് ഞാൻ ആ സമയത്ത് ഒരു സെൽഫിഷ് ആയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഫേക്കായ ന്യൂസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതല്ല, ഞാൻ മൊത്തമായി വായിച്ചതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം മാത്രം ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അടുത്ത മാസം ഞാൻ 5-6 നോവൽ വായിച്ചു. അതിൽ എനിക്കൊരു ഒറ്റ നോവൽ മാത്രമാണ് ഒരാൾ വായിക്കണമെന്ന് തോന്നിയത്. അത് ഡോക്ടർ കുഞ്ഞാമന്റെ എഴുതിയതാണ്. അത് ആ റീലുണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എന്റെ വായനയുടെ സമയത്തിന്റെ ഉള്ളിൽ ഞാൻ വായിച്ചു തരുന്ന പുസ്തകങ്ങളിൽ എനിക്ക് തോന്നുന്ന സാധനം ഞാൻ അങ്ങനെ റീലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം വേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്കൊരാൾ സജസ്റ്റ് ചെയ്താലും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. വായിച്ചു നോക്കണം. അതിന് ഒതുങ്ങുന്ന മാനസികാവസ്ഥ വേണം, പണം വേണം, സമയം വേണം, ആരോഗ്യനില വേണം. അപ്പൊ അതനുസരിച്ചിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനും എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള പുസ്തകങ്ങളാണ് പലപ്പോഴും സെലക്ട് ചെയ്യാറുള്ളത്. പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്കും കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധമില്ലാന്നോ അല്ലെങ്കിൽ ഒരു സയൻസ് നോളജ് ഇല്ലാന്നോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ് കൂടുതലും വായിക്കുന്നത്. അത്തരത്തിലുള്ള പുസ്തകങ്ങളെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാറുള്ളത്. പക്ഷെ ഒരു പുസ്തകങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല. പക്ഷെ ആഗ്രഹിക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടെ മറ്റ്, അതായത് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഫിക്ഷൻ പുസ്തകങ്ങളായാലും അത്തരം പുസ്തകങ്ങളിൽ നിന്ന് മാറിയിട്ട് എനിക്ക് ജിമ്മിന് പോകാൻ സമയം. അപ്പോ പുതിയ പുസ്തകങ്ങൾ അതുപോലെ വായനക്കാരിലേക്ക് എത്തിക്കണമെന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി വരുന്ന
ദിവസങ്ങളിൽ അത്തരം പുസ്തകങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു മലയാളം സർവകലാശാലയിൽ വന്നിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. മലയാള പുസ്തകങ്ങളോടൊപ്പം തന്നെ മറ്റു ഭാഷകളിലുള്ള പുസ്തകങ്ങളും കൂടി ആളുകളിലേക്ക് എത്തിക്കണം എന്ന് പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. പറ്റട്ടെ അതിനു വേണ്ടിയിട്ട്. എനിക്ക് ചോദിക്കാനുള്ളതും പ്രേമനഗരത്തെ സംബന്ധിച്ചാണ്. ഇപ്പോ നമ്മള് ഈ പുതിയ കണ്ടന്റ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു സ്റ്റോറിക്ക് ഒരു പ്രത്യേക കോട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതാണ് നമ്മൾ പബ്ലിക് ആയിക്കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പ്രേമനഗരത്തില് ഇനി ഒരിക്കലും ആ ഒരു കോട്ടൊക്കെ പലപ്പോഴും എന്താണ് ആ ഒരു സ്റ്റോറിയുമായിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല. കാരണം ഇപ്പോ അത് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാ പ്രണയി കാമുകന്മാരും പരസ്പരം റീല് ഷെയർ ചെയ്ത് കൊടുക്കും. പക്ഷെ ആ ഒരു സ്റ്റോറിയിൽ എന്താണ് കഥ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വിപരീതമായി കേൾക്കാം. പലപ്പോഴും ആൾക്കാർക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോ അതിസാധാരണമായ ഒരു കഥയാണെങ്കിലും അതിലാണ് നമ്മളൊരു സദാചാര ബോധത്തിൽ അത്ര ഒരു ഇതായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈനും ആയിരിക്കില്ലാണ്. അപ്പൊ ഇത്തരം ഒരു ഇതില് എന്താ പറയാ ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ലൈനിലേക്ക് എടുക്കുമ്പോ അതൊരു ആ ഒരു സ്റ്റോറിയോട് മൊത്തം നീതി പുലർത്തുന്നതാണോ, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശനം പുലർത്തുന്നതല്ല എന്നുള്ള വിമർശനം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റേഴ്സ് എന്നുള്ള നിലയിൽ അതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാം? ഞാൻ നീതി പുലർത്തുന്നവരാണ്. കാരണം പ്രേമനഗരം എന്ന് പറഞ്ഞ പുസ്തകത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഇനിയൊരു ഋതു പിറക്കില്ല ഇതുപോലെയുള്ള വാചകം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പകരം ഞാൻ ഉപയോഗിച്ചത് ഒരു പുരുഷന് ഒരു സ്ത്രീയെ ചുംബിക്കുക, ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പുരുഷന് സ്ത്രീയെ ചുംബിക്കുക അത്ര സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നൊരു കാര്യം അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് സ്വകാര്യമായ ചില ഇടങ്ങളിൽ വെച്ച് മാത്രം ആരും കാണാതെ ചെയ്യുന്ന, എനിക്ക് കറക്റ്റ് ലൈൻസ് ഓർമ്മയില്ല, അത് വെച്ചിട്ടാണ്, അതായത് തുടക്കത്തിലെ സദാചാര ബോധങ്ങൾക്കെതിരെ അതിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആ പുസ്തകത്തിന്റെ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അത് എഴുത്തുകാരൻ ഒരു വായനക്കാരന് കൊടുക്കുന്ന ബുക്കാണ്. ഈ പുസ്തകം തുടർന്ന് വായിക്കണോ വേണ്ടേ എന്ന് എഴുത്തുകാരൻ ഒരു വായനക്കാരന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണത്. അത് ഒരു മേ ബി കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷെ നമ്മുടെ വീഡിയോസിലൊക്കെ നമുക്ക് കൃത്യമായിട്ടും ആ പുസ്തകത്തിന് യോജിക്കുന്ന തലക്കെട്ടാണോ അല്ലെങ്കിൽ ആ പുസ്തകത്തിന് ചേരുന്ന, ആ പുസ്തകത്തിലെ മൊത്തം കഥയ്ക്ക് ചേരുന്ന തരത്തിലുള്ള ഒരു കൊട്ടേഷൻ ആണോ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് എന്ന് പലപ്പോഴും ഞങ്ങൾക്കും സംശയം വരാറുണ്ട്. പ്രേമനഗരം എനിക്ക് വാക്കല്ല, ഞാൻ ബുക്ക് വായിച്ച് പകുതിക്ക് നിർത്തിയ പുസ്തകമാണ്. എനിക്ക് വാക്കിയിട്ടില്ല, അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് പറയാനില്ല. ഞാൻ ഫുൾ വാക്കിയിട്ടില്ല, എനിക്ക് വായിക്കാനും തോന്നിയിട്ടില്ല. അതായത് നിന്നയുടെയും റാംകെയറും ഒക്കെ വന്ന സമയത്ത് അത് ഒത്തിരി കത്തി നിൽക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അതായത് ഒരുപാട് പതിപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വായിച്ചിട്ടാണോ ഇത്രയും പതിപ്പുകൾ കൂടുന്നത് എന്നൊരു ഇത് പോസ്റ്റ് കണ്ടിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ, ചിലപ്പോൾ വായിച്ച ആളുകളേക്കാൾ കൂടുതൽ ആളുകൾ വാങ്ങിച്ചതായിരിക്കും. അത് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു, അത് ആളുകൾ ഫോളോ ചെയ്തു. അപ്പൊ നമ്മുടെ ഡ്രസ്സിലാണെങ്കിലും പുസ്തകത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് പോലെ ഞാൻ നിന്നയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, റാംകെയർ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടില്ല. കാരണം അത് വായിച്ചപ്പോൾ അത് ചിലപ്പോൾ അത് എനിക്ക് എന്റെ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് അതൊരു എന്താ പറയാ ഭയങ്കര പുസ്തകമാണെന്ന് എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ് പേഴ്സണലി എനിക്ക് അഭിപ്രായമല്ല. പക്ഷെ അങ്ങനെ അഭിപ്രായപ്പെടുന്ന ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, കാരണം അത് അവരുടെ ടേസ്റ്റ് ആണ്. അത് കൊമേഴ്ഷ്യലി സക്സസ് ആയിട്ടുള്ള ഒരു പുസ്തകമായിരിക്കും. അത് എപ്പോഴും എല്ലാ കാലത്തും സംഭവിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഈ പുസ്തകമാണെങ്കിൽ ഒരു സമയത്ത് അത് ചിലപ്പോൾ ട്രെൻഡിങ് ആയിരിക്കും, ആ സമയത്ത് അതിൽ ഒരുപാട് സെയിൽസ് നടന്നിട്ടുണ്ടാവും. പിന്നെ അറിയാലോ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു ട്രെൻഡിങ് ഓഡിയോ സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ ആളുകൾ ചിലപ്പോൾ അവരുടെ കോണ്ടന്റ്സിന് വേണ്ടിയിട്ട് ഒരു ട്രെൻഡിങ് ബുക്ക് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകൾ ആ പുസ്തകം പർച്ചേസ് ചെയ്യാൻ വേണ്ടി റെഡിയാവും. അതങ്ങനെ സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോകുന്ന കാര്യമാണ്. എല്ലാവരും വായിച്ചോളണമെന്നൊന്നുമില്ല. പിന്നെ എന്റെ അടുത്ത് തന്നെ ബുക്ക് കുറെ പേര് കൊണ്ടായിട്ടുണ്ട് റീൽ എടുക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ റീൽ എടുക്കുന്നു, അവര് കൊളാബ് ചെയ്യുന്നു, അവർക്ക് റീച്ച് കിട്ടുന്നു. അതിന് വേണ്ടി കുറെ പേര് ബുക്കൊക്കെ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. കോമൺ ആണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ചോദ്യങ്ങൾ അവസാനിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അമലിനും പൃഥ്വിരാജിനും സാഹിതിയുടെ പേരിൽ നന്ദി പറയുന്നു. ഒരുപാട് വിഷയങ്ങളിൽ യോജിപ്പുകളും പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമായിട്ട് ഈ ഒരു വേദി മാറി. ഇതിൽ പ്രത്യേക നന്ദിയുണ്ട്. ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായിരുന്നു. റിയൽ ബുക്ക് സ്റ്റോറി എന്ന വിഷയത്തിൽ നമ്മോട് സംബന്ധിച്ച പൃഥ്വിരാജിനും അമൽ ആർവിക്കും